ഓ ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് 2 ദിവസത്തിന് ശേഷം വോട്ടെടുപ്പാണ്, പക്ഷെ എങ്കിലും വോട്ട് ചെയ്യും അല്ലേ? അതെ. ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ രഹസ്യമാണോ? അങ്ങനൊന്നുമില്ല, UDF തന്നെ. അപ്പൊ എന്തായാലും വോട്ട് ചെയ്യും, ആർക്കായാലും വോട്ട് നമ്മുടെ അവകാശമാണ്, അത് ചെയ്യുമല്ലേ? അതെ ചെയ്യും. ശരി, എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഡിഗ്രി 3rd ഇയർ. ശരി ശരി. അപ്പോൾ ദാ മണവാട്ടി വളരെ സജീവമായി തന്നെ ജനാധിപത്യ ബോധം വിനിയോഗിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത് SKN. അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഇവരോട് മണ്ഡലത്തിന്റെ പൊതുവായ വിശേഷങ്ങൾ കൂടി ഒന്ന് ചോദിക്കാം. ഇത് ദാ മണവാട്ടിയുടെ ഉപ്പ കൂടിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിൽ കൂടിയാണ് ഈ വിവാഹം വരുന്നത്. 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കേരളം ദാ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ ഈ വിവാഹ വിഷയത്തിനോടൊപ്പം എങ്ങനെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? അഴിക്കോട്ടെ. ഞാൻ പൊതുവേ പറയാറുണ്ട് ഈ കല്യാണത്തിൻ്റെ ഡേറ്റ് എപ്പോഴും കുറിച്ചതാണ്. അപ്പോൾ അതിനുശേഷം ഈ ഇലക്ഷൻ്റെ ഡേറ്റ് കുറിച്ചും പറഞ്ഞ് ഏകദേശം ഒരുപാട് പ്രവാസികളായാലും നാട്ടുകാരായാലും ഈ കല്യാണം പ്രമാണിച്ചിട്ടുള്ള ഈ വോട്ടും ഇലക്ഷനും പെരുന്നാളൊക്കെ കൂടിയിട്ട് ഒന്നിച്ചിട്ട് കിട്ടുമ്പോൾ ഒരുപാട് പ്രവാസികൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള സാധ്യത ഉണ്ടാകും. അത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എല്ലാ സ്ഥാനാർത്ഥികൾക്കും. അപ്പോൾ 2 സ്ഥാനാർത്ഥി ഇവിടുത്തെ അഴീക്കോട് മണ്ഡലത്തിലെ സുമേഷ് സാറും കരീം സാറും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 മണിക്കുള്ളിലായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അവർക്കൊരു വോട്ട് കളക്ഷനായിട്ട് ഈ ഒരു കല്യാണം. ശരി ശരി. SKN എന്തായാലും സ്ഥാനാർത്ഥികൾ അല്പസമയത്തിനകം ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനു മുൻപ് ഇവിടെയുള്ള ആളുകളുടെ അവർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, എന്താണ് അവർക്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പറയാനുള്ളത് എന്നത് കൂടി നോക്കാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ അടുത്തെത്തിയല്ലോ? എന്താണ് സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അതെന്താ ഒന്നും പറയാനില്ലാത്തത്? ശരി ശരി. SKN എന്തായാലും ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. നമുക്ക് മറ്റു ചില ആളുകളിലേക്ക് കൂടി ഒന്ന് പോകാമെന്ന് കരുതുന്നു. ഒരുപാട് കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവർക്കൊന്നും വോട്ടില്ലാത്തത് കൊണ്ട് ഏതായാലും നമ്മൾ തൽക്കാലം ഇവരോട് വളരെ സജീവമായ രാഷ്ട്രീയം ചോദിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ മറ്റു ചില ആളുകളുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ പൊതുവെ ഒരു രാഷ്ട്രീയ ചിത്രം? നല്ല ഉഷാറാണ് ഇവിടെ പ്രവർത്തനം, നല്ല ഉഷാറാണ്. UDFന് അനുകൂലമായിട്ട് നല്ല പ്രവർത്തനം ഇവിടെ ആണ്. ഇപ്പോൾ നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. MLA യുടെ പ്രവർത്തനത്തേക്ക് എങ്ങനെയാണ് കാണുന്നത്? UDF ആണ്. ഉറപ്പിച്ച വിശ്വാസമാണ്. യെസ് യെസ്. അപ്പോൾ വളരെ സജീവമായി ഇവിടെ എല്ലാവരും രാഷ്ട്രീയം പറയുന്നുണ്ട്. SKN ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഈ ചേച്ചി ഞങ്ങളോട് വന്ന സമയം മുതൽ SKN ഞങ്ങളോട് കഴിക്കാനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയോട് നമുക്കൊന്ന് ചോദിക്കാം, ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കാം, അതിന് മുമ്പ് പറയൂ ആര് ജയിക്കും ഇവിടെ? UDF ജയിക്കും. UDF ജയിക്കും. വലിയ ആത്മവിശ്വാസത്തിലാണ്. മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണോ പ്രതീക്ഷ? തിരിച്ചു പിടിക്കും. കരീം ചേരേരി വരണം. ശരി ശരി. മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് പറയുന്നത്. മുമ്പ് UDF ഭരിച്ചിരുന്ന മണ്ഡലമാണ്. നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ പോലും മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള വലിയ പ്രതീക്ഷ അവർക്ക് കൂടിയുണ്ട്.